ഗൈസ്, നിങ്ങൾ ഈ നടപ്പൻ എന്നൊരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? പറഞ്ഞുതരാം. ഒരു 10-30 വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ ദേവിക്കര എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ കണ്ടുവരുന്നൊരു ദുരാത്മാവെന്നോ പിശാചെന്നോ പ്രേതമെന്നോ എന്ത് വേണേൽ വിളിക്കാം, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഈ നടപ്പൻ. ഈ രാത്രികാലങ്ങളിൽ ആ ഗ്രാമത്തിലൂടെ നടന്നു പോകുന്നവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് കൊണ്ടാണ് നടപ്പൻ എന്നൊരു പേര് വന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ നടപ്പൻ ആക്രമിക്കപ്പെട്ട ഒരാൾ അടുത്ത ദിവസം പുലർച്ചെ തൊട്ടേ നിൽക്കാതെ ഓടാൻ തുടങ്ങും. എത്ര ദൂരം ഓടിയാലും അയാൾക്ക് നിൽക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പേടി കാരണം മറ്റുള്ളവരാരും സഹായിക്കാൻ പോലും മുതിരാറില്ല. ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു ഭ്രാന്തനെ പോലെ അയാൾ ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓടി ഓടി അവസാനം തളർന്ന് ശ്വാസം പോലും കിട്ടാതെ ചോര വാർന്ന് കുഴഞ്ഞു വീണ് മരണം. അതായിരുന്നു അന്ത്യം. മെലിഞ്ഞ ശരീരവും നീണ്ട കൈകാലുകളും നീല നിറവും ഇതായിരുന്നു നടപ്പൻ്റെ രൂപം എന്ന് പറയപ്പെടുന്നു. 100-ലധികം മരണങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, അങ്ങനെ വർഷങ്ങളോളം നടപ്പൻ ആ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരുന്നു. ഇതിനൊരു പരിഹാരമായി പണ്ട് ആ ഗ്രാമത്തിൽ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്തിരുന്ന ഒരു പോറ്റിയുടെ മകനെ വിളിച്ചു വരുത്തി പൂജകളൊക്കെ ചെയ്തു ആ ദുരാത്മാവിനെ ആവാഹിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ അനിഷ്ടങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതായിരുന്നു ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ച നടപ്പൻ്റെ കഥ. നടപ്പൻ ആരായിരുന്നുവെന്നും എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ ആ സ്റ്റോറിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും നേരം കണ്ടു നിന്നത് നന്ദി.